സഖിമാരോടൊപ്പം വനത്തിലേക്ക് പുറപ്പെട്ട കാളിയുടെ തപസ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. അവൾ പഞ്ചാഗ്നി മധ്യത്തിലും ജലത്തിലും തന്റെ തപം തുടർന്നു. അനുനിമിഷം ഉഗ്രമായി വരുന്ന കാളിയുടെ തപസ്സിൽ അജരങ്ങൾ പോലും അന്തിച്ചുപോയി. കന്യകയായ ഒരു പെൺകുട്ടി ജീവിതാനന്ദം ആസ്വദിക്കാതെ വൽക്കലധാരിയായി തപസ്സനുഷ്ഠിക്കുക. ഏവരും അത്ഭുത പരതന്ത്രരായി തീർന്നു. കാളിയുടെ തപസ് തുടരുന്നതിനനുസരിച്ച് ദേവകളുടെ മനസ്സ് ആശങ്കാകുലമായി തീർന്നു. ഇവൾ തന്നെയാണോ താരകാസുര വധത്തിന് കാരണമാകുന്ന പൈതലിന്റെ മാതാവ്? ഇവളാണോ സതീദേവിയുടെ അവതാരം? എന്നാൽ കരുനീല വർണ്ണമുള്ള ഈ കന്യകയ്ക്ക് ദിവ്യലക്ഷണങ്ങൾ കാണുന്നില്ലല്ലോ. അതോ ഇതും മഹാദേവിയുടെ കളിയാട്ടമാണോ? ദേവന്മാർ ഈ വിധം ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന വേളയിൽ നാരദൻ അവിടെ എത്തിച്ചേർന്നു. അല്ലയോ ദേവകളെ, നിങ്ങളെ ഗൗരവമായി അലട്ടുന്ന പ്രശ്നം എന്താണ്? നാരദൻ ആമുഖം കൂടാതെ തന്നെ വിഷയത്തിൽ പ്രവേശിച്ചു. നാരദ, എന്താണ് പറയേണ്ടത്? താരകാസുരനെ വധിച്ച് ദേവകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപം വീണ്ടെടുക്കാമെന്ന് മഹാദേവി അരുളി ചെയ്തിരുന്നു. ഹിമവാന്റെ പുത്രിയായി അമ്മ അവതരിക്കുമെന്നും അത് ഉറപ്പു നൽകിയ കാര്യവും അവിടുന്ന് അറിയാവുന്നതല്ലേ? അത് കേട്ട് ഞങ്ങൾ ആനന്ദിച്ചു. എന്തായി ഫലം? ഹിമവാന്റെ പുത്രിമാരായ രാഗിണിയും കുടിലയും ആ രണ്ട് ദേവിമാരും അവതാരമല്ലെന്ന് തെളിഞ്ഞു. ഇനി അവശേഷിക്കുന്ന കന്യക കാളി മാത്രമാണ്. ഇന്ദ്രനീലം പോലെ കറുത്ത നിറമുള്ളവർ. അവൾ ഇപ്പോഴും തപസ് തുടരുന്നു. അവളാണോ ദേവിയുടെ അവതാരം? മഹർഷി, അവളിൽ ദിവ്യപരിവേഷമൊന്നും കാണുന്നില്ലല്ലോ. ദേവേന്ദ്രൻ തന്റെ ആശങ്ക വ്യക്തമാക്കി. നാരദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാധിപത, താങ്കൾക്കിപ്പോൾ വസ്തുതകളുടെ യാഥാർത്ഥ സ്ഥിതി കാണുവാനുള്ള കാഴ്ച കൂടി നഷ്ടപ്പെട്ടു. നല്ല കഥ തന്നെയാണിത്. താങ്കൾ സംശയിക്കുന്നത് മഹാദേവിയുടെ ശക്തിയിലാണ്. ഇത് നന്നല്ല പ്രഭു. തന്നെ വധിക്കാൻ കാരണക്കാരിയായിരിക്കുന്ന ഒരുവളെ ആപത്തിൽപ്പെടുത്തുവാൻ താരകാസുരൻ ഏതു മാർഗമാണ് അവലംബിക്കാത്തത്? അതുകൊണ്ടാണ് ദേവിയുടെ അവതാരമായ പെൺകിടാവിന്റെ ചൈതന്യം കുറയ്ക്കാൻ അവളിൽ നിശ പ്രവേശിച്ച കഥ അങ്ങറിയുന്നില്ലെന്നുണ്ടോ? തുടർന്ന് മേനയുടെ ഗർഭത്തിൽ ബ്രഹ്മകൽപ്പന പ്രകാരം നിശ പ്രവേശിച്ച വൃത്താന്തം നാരദൻ ഇന്ദ്രാദികളെ അറിയിച്ചു. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അനന്തരം അദ്ദേഹം കാളി സൗധത്തിലേക്ക് യാത്രയായി. തന്റെ ആശ്രമത്തിൽ വന്നു ചേർന്ന നാരദനെ കാളി സ്വീകരിച്ചിരുത്തി. തന്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന പെൺകുട്ടിയുടെ മനോഗതി അറിയുവാൻ നാരദൻ ഓരോ വൃത്താന്തം പറയുവാൻ തുടങ്ങി. ലോകഗതി പലവിധം തന്നെയാണ്. അല്ലെങ്കിൽ ആരും മോഹിക്കുന്ന രൂപസൗന്ദര്യത്തിന് ഉടമയായ ഹിമവൽ പുത്രി അവര് തന്നെ വെറും ഋഷഭവാഹനായ ഒരുവനെ കാമിക്കുമോ? നാരദ മഹർഷിയുടെ വാക്കുകളിൽ കാളി ശ്രദ്ധിച്ചതായി പോലും ഭാവിച്ചില്ല. നാരദൻ തുടർന്നു, ദേവാധിപനായ ഇന്ദ്രൻ പോലും നിന്റെ ഭർത്തൃവ്രതം ആഗ്രഹിക്കുന്നു. അല്ലയോ കന്യകേ, നീ എന്തിനാണ് ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച് നിന്റെ രൂപലാവണ്യം നശിപ്പിക്കുന്നത്? നാരദന്റെ വാക്കുകൾക്ക് കാളി ഇപ്രകാരം മറുപടി നൽകി. നാരദരെ, താങ്കൾ പരമശിവനെ കുറിച്ച് ഇപ്രകാരം സംസാരിക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. ആരുടെ നിയോഗത്താലാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങയുടെ ഉദ്ദേശശുദ്ധി പോലും എനിക്ക് സംശയം ജനിപ്പിക്കുന്നു. താങ്കൾക്ക് യാത്രയാകാം. കാളിയുടെ വാക്കുകളിലെ ആത്മാർത്ഥത വ്യക്തമായ നാരദൻ അനുഗ്രഹ ശിസ്സുകളോടെ മൊഴിഞ്ഞു. ദേവി, അവിടുന്ന് അചഞ്ചലയാണ്. ഉത്തങ്കനായ ഹിമവാന് തീർത്തും അന്യോജ്യയായ പുത്രി. മകളെ, ആ ഗിരിശ്രേഷ്ഠന്റെ ഔന്നത്യം വഹിക്കുന്ന ദേവി ഇനി പാർവതി എന്ന പേരിലും വിഖ്യാതിയായി തീരും. പാർവതി എന്നാൽ പർവ്വതന്റെ പുത്രി എന്നാണ് കാലം വിധിയെഴുതുന്നത്. നാരദൻ യാത്രയായി. അന്നു മുതൽക്ക് കാളി പാർവതിയായി അറിയപ്പെട്ടു തുടങ്ങി. അടുത്തത് കാമദേവൻ അനഘനായ കഥയാണ്. തുടരും.